ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഡിമാൻഡ് കേരളത്തിൽ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള പ്രബലമായ 2 ഹിന്ദു കമ്മ്യൂണിറ്റീസ് കീരിയും പാമ്പുമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, ഒരു ഇമേജ് അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് എളുപ്പം കളിച്ചുകൊണ്ടിരിക്കുക. ഇവർ തന്ത്രപരമായി കളിച്ചിട്ട് മുസ്ലിങ്ങളെ BJP നിന്ന് അകറ്റും. അപ്പോൾ BJP മുസ്ലിങ്ങളെ അകറ്റുമ്പോൾ എന്താ സംഭവിക്കുക? മുഖ്യധാരയിൽ മുസ്ലിം മാറ്റപ്പെടും. ഇനി 20 വർഷത്തേക്കിനും BJP ഇല്ലാതെ നിങ്ങൾ ഇന്ത്യ ആലോചിക്കണ്ട. ഇതെപ്പോൾ സംഭവിച്ചു? ബ്രിട്ടീഷുകാരുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ലീഗിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ജമാഅത്തെ. അതാണ് പ്രശ്നം. അത് പെട്ടെന്ന് നോക്കിയാൽ ലീഗുകാർക്ക് പോലും മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. ലീഗുകാർ ഭയങ്കര ആൻറ്റി ജമാഅത്താണ്. അതായത് സുന്നികൾ, ഞങ്ങളൊക്കെ ഭയങ്കര ആൻറ്റി ജമാഅത്ത്. പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. മനസ്സിലാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ ഇന്നലത്തെ ചരിത്രം എന്തായിരുന്നു നോക്കണം. CPM വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പൊതുവായിട്ട് ഒരു അഭിപ്രായം പറയുള്ളൂ. അവിടെ 10 അഭിപ്രായം ഓപ്പണായി പറയും. അപ്പോൾ പിണറായി അവൻ എല്ലാ അർത്ഥത്തിലും സതീശനാവില്ല. ചില നിലപാടുകളൊക്കെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മൂക്കാനുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം SNDP NSS ഐക്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. SNDPയും NSSും ആ ചുവടുവയ്പ്പുകൾ ശക്തമായി നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരു നേതാക്കളും, അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അതിലേക്ക് തന്നെയാണ് തങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമായി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് UDF നേതൃത്വം. തങ്ങൾക്കെതിരെയാണ് ഈ രീതിയിലുള്ള ഐക്യം എന്ന് അവർ ആരോപിക്കുകയാണ്. ഇതിനൊരു വർഗീയ മുഖമുണ്ടെന്നും അവർ ഉറപ്പിച്ച് പറയുന്നു. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? UDFനെ തകർക്കാൻ വേണ്ടിയാണോ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൈകോർക്കുന്നത്? ഈ ഐക്യത്തിന് പിന്നിൽ വർഗീയ ലക്ഷ്യങ്ങളാണോ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. SNDPയും NSS തമ്മിലുള്ള ഐക്യം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഭൂരിപക്ഷ സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു വികാരം, ഒരു ചിന്ത, അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് SNDP യോഗം ചേർന്ന് തീരുമാനമെടുത്തു. അതിനായി തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി. തുഷാറിനെ മകനെപ്പോലെ സ്വീകരിക്കുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അപ്പോൾ ഇനി എല്ലാം സാങ്കേതികം മാത്രം എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലേ? ഈ വേളയിൽ ഇത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്, പ്രത്യേകം പറയേണ്ടതില്ല. UDFനെ തകർക്കാൻ വേണ്ടിയാണ് ഈ ഐക്യം എന്ന് ഒരു വശത്തുകൂടി ഉയർന്നു കേൾക്കുന്ന ഒരു മുറവിളി പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. VD സതീശനെയും ഇരു നേതാക്കളും ശക്തമായി ആക്രമിക്കുന്നു. എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ കാണുന്നത്? വിമർശനങ്ങൾ 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ മാധ്യമ പ്രവർത്തകർ, സാംസ്കാരിക ബുദ്ധിജീവികൾ, അവരെല്ലാം ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവരെ സംബന്ധിച്ച് അവർ ജീവിക്കുന്ന ഒരു യൂട്ടോപ്പിയയിലാണ്. ഈ യൂട്ടോപ്പിയയിൽ സാമുദായികത പറയാൻ പാടില്ല, ഹിംസ ചെയ്യാൻ പാടില്ല, പ്രായോഗിക രാഷ്ട്രീയം ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഈ നായരും ഇഴവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ചാടിക്കാൻ പാടില്ല. ഞാകപ്പാടെ നായർ ഇഴവനും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇഴവ പൊങ്കിട്ടിയ നായർ ചാടിച്ചുകൊണ്ടു വരണം, നായർ പൊങ്കച്ചിന് ഇഴവ ചാടിച്ചുകൊണ്ടു വരണം. അപ്പോൾ അതൊരു വിപ്ലവമാണ്, അതവരാഘോഷിക്കും. വേറൊന്നും പാടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് തീരെ ഇപ്പോൾ ഇങ്ങനെ ഒരു പരസ്പരം ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമെന്ന് NSS SNDP ഇങ്ങനെ അടുത്ത് വരും. ഇവരാരും പ്രതീക്ഷയില്ല. ആപ്പാടെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മാത്രമാണ്. അത് സീരിയസ്ലി നോക്കിയാൽ മതി. ഈ സമയത്ത് ഇവരാരും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഈ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ മാത്രമാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ 6 മാസം മുമ്പ് മറ്റേ ഷംസീൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, മിത്ത്. ആ സമയത്ത് വരുന്ന അടുത്ത് വന്നിരുന്നു. തുഷാർ അവിടെ പോയിരുന്നു എന്ന് തോന്നുന്നു. തുഷാർ അവിടെ പോയിരുന്നു. തുഷാർ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പണ്ടേ നിങ്ങൾ തുഷാറിലാണ് പ്രതീക്ഷ ഉള്ളത്, സാറുമായിട്ടില്ല. സാറിന് അങ്ങനെ എളുപ്പം കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അത് സാറിൻ്റെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലുള്ള ആളുകളുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓവർ ടെലിഫോൺ. അപ്പം ഞാൻ നിങ്ങൾ പറയില്ല, തുഷാറിലാണ് പ്രതീക്ഷ എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ. അപ്പോൾ തുഷാറിന് അതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുകൊണ്ടാണ് തുഷാറിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അത് തുഷാർ സ്വയം എടുക്കുന്ന തീരുമാനമായിരിക്കും അതോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ? അതായത് പറഞ്ഞു വരുന്നത് തുഷാറിൻ്റെ വളരെ വളരെ ടാക്ടിക്കൽ, തന്ത്രപരമായി മികച്ച മൂവുകൾ എന്നാണ് പറയുന്നത്. അതെ, അല്ല, അത് സംഭവം എന്ന് വെച്ചാൽ തുഷാർ ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ തുഷാർ ആയിരിക്കും ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. സാറിന് ഈ വെള്ളാപ്പള്ളീൻ്റെ ഒരു പ്രോബ്ലം, വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ മൂപ്പര് ഈ പണ്ടത്തെ ഈ മുഷ്കും പിന്നെ ഈ വാശിയൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ അത് ആദ്യം എന്തെങ്കിലുമൊക്കെ
എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് സുഖം വെച്ചിട്ട്. പക്ഷേ അവസാനം തുഷാർ നയത്തെ കാര്യം അവതരിപ്പിച്ചായിരിക്കും അവിടെ ഓക്കെ ആക്കിയത്. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. ഏകദേശം എല്ലാം ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ലീഗുമായി കൂട്ടിലാവുന്നത്. ലീഗാണ് പറഞ്ഞു തെറ്റിച്ചത്. അപ്പോൾ ലീഗ് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ NSS സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, നമ്മൾ മുസ്ലിങ്ങളും നിങ്ങൾ ഈഴവരും സാമുദായിക സംവരണത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ. നമ്മൾ ഈ മുസ്ലിങ്ങൾ നമ്മൾ ഈ ഹാദിയ പങ്കുവച്ച് മതം മാറിയ സമയത്തേ നമ്മളിതൊന്നും കണ്ടില്ലല്ലോ. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ അല്ല, അതാ പറഞ്ഞത്. ഈ ഹിപ്പോക്രസി കണ്ട് മടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അതെനിക്ക് ശരിയെന്ന് തോന്നി പറഞ്ഞു തുടങ്ങിയത്. അതൊന്നും കണ്ടിട്ടില്ല. ഓക്കെ. അന്നാണ് ഈ NSS SNDP ഐക്യത്തിന് ഒരു പരിധിവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന SNDPയെ അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ രീതിയിലേക്ക് തന്നെ മിസ്ലീഡ് ചെയ്ത് NSSനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചു. അതിനുശേഷം ഈ ലീഗും UDF തന്നെ വലിച്ചെറിയുകയാണ് ചെയ്തത്, യൂസ് ചെയ്ത് വലിച്ചെറിയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് റിയലൈസ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അല്ല, ഇതിൽ ഈ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയോ അല്ലെ മുജാഹിദിനെ പറ്റിയോ ഞങ്ങൾ സൗത്തിലെ മുസ്ലിം ജമാഅത്തിനെ പറ്റിയോ പറഞ്ഞാൽ എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം എക്സ്പെക്റ്റഡ് ആണത്. പക്ഷേ ഈ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടന പൊതുവെ നായേസുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സംഘടനയാണ്. ഇപ്പം നാദാപുരത്ത് ഈഴവരും മുസ്ലിങ്ങളും തമ്മിൽ കലാപം ഉണ്ടാവും. അവിടെ കലാപം അവസാനം സന്ധി സംഭാഷണം എത്തിക്കുന്ന നായരാണ്. ഒന്നീ CPIക്കാരായ നായർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ നായർ. CPMമാരൻ ഒന്നെങ്കിൽ തീയനായിരിക്കും, മുസ്ലിം ലീഗുകാരൻ മുസ്ലിമായിരിക്കും. അപ്പം ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പം മലബാറിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആ രീതിയിൽ ഒരു ശങ്ക വെള്ളാപ്പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അല്ലാതായപ്പോഴൊക്കെ മാറി എന്നുള്ളത് തന്നെയാണ്. അതിന് ജമാഅത്ത് ഇസ്ലാമി പിടിപെട്ടു എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ ലീഗിനെ പറ്റി പൊതുവെ നല്ലത് പറയുന്ന ആളാണല്ലോ, അന്നുകൊണ്ടിരുന്ന ആളാണ് അടുത്ത കാലഘട്ടം വരെ. പക്ഷേ ഇപ്പം നമുക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മെസ്സേജ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, അങ്ങനെ ആയിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു തങ്ങളുടെ ചില പ്രസ്താവനകൾ ഷാജിയുടെ, അപ്പം എന്നോട് നിങ്ങൾ ദയവായി ഷാജിയായിട്ട് സംസാരിക്കും. ഷാജിയായിട്ട് സംസാരിക്കാൻ ഞാൻ ഷാജിയായിട്ട് വന്നൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിച്ച് ഷാജിയോട് സംസാരിക്കുമ്പോൾ ഷാജി എന്നെ അത് ശരിയാവില്ല. ഞാനും അത്യാവശ്യം ഈഗോളം കൊടുത്തില്ല. സംസാരിക്കുന്ന ഘട്ടം വന്നാൽ സംസാരിക്കാം. പക്ഷേ നിലവിൽ നമ്മൾ ഷാജി വെള്ളാപ്പള്ളി പറഞ്ഞതനുസരിച്ച് ഇത് ലീഗിൻ്റെ രീതിയല്ല. ലീഗ് അതിനെ പ്രസ്താവനക്ക് അടുത്തു, സാമ്പത്തിക സംഭരണം അല്ല വേണ്ടത്, പ്രസ്താവന നടത്തി അവിടെ അവസാനിപ്പിക്കണം. ഇപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് മൂപ്പര് അത് അവിടെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് നിൽക്കില്ല. നമ്മൾ മലബാർ മുസ്ലിംസ് പൊതുവെ കുത്തിത്തിരിപ്പ് നിൽക്കാറില്ല. നമ്മളെ രീതിയാണ്, നിങ്ങൾ നോക്കിയാൽ മതി. മലബാറിൽ ജനിച്ചു വളർന്ന മുസ്ലിംസ് ആരെങ്കിലും ചതിച്ചു എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പാടായിരിക്കും, ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയാണത്, ചതിക്കില്ല. നമ്മൾ നേരിട്ട് പോയി തല്ലു, നേരിട്ട് പോയിട്ട് പറയും. പിന്നെ പൊതുവേ നമ്മൾ കോംപ്രമൈസിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് അല്ലാതായി മാറി എന്നുള്ളതാണ്, വേറെ ഏതോ ഐഡൻറ്റിറ്റിയിലേക്ക് മാറി എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഞെട്ടലുണ്ടായിരിക്കും. ഒന്ന് നിങ്ങളെ ഈ പറയുന്ന നിങ്ങളെ പ്രസ് ക്ലബ് ടീമിനാണ് ഒരു ഞെട്ടലുണ്ടായത്, അതുപോലെ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഞെട്ടലുണ്ടായിരിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. രാഷ്ട്രീയ പാർട്ടികളെന്ന് വെച്ചാൽ ബേസിക്കലി ആൻറ്റി ഹിന്ദു മനോഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അതൊരു ഹിന്ദുവിൻ്റെ ഡിമാൻഡ് കൂടുതൽ ശക്തമായിട്ട് അവതരിപ്പിക്കും. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഡിമാൻഡ് കേരളത്തിൽ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള പ്രബലമായ രണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റീസ് കീരിയും പാമ്പുമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ, ഒരു ഇമേജ് അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് എളുപ്പം കളിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ന്യൂനപക്ഷങ്ങൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹിന്ദുക്കൾ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഐക്യം വന്നതിന് ഹിന്ദു ഇവിടെ ബാറ്റ് ചെയ്യും. മനസ്സിലായേ? അതാണ് പ്രശ്നം. ഓക്കെ. അപ്പോൾ ഹിന്ദു ബാറ്റ് ചെയ്യുന്നത് കളിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൗളും ബാറ്റും ഒക്കെ ചെയ്യണമല്ലോ. ഹിന്ദു നിരന്തരമായി ബൗൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെ ഗുജറാത്ത് സംഭവിക്കും. അതാണ് പ്രശ്നം. എന്താണ് ഗുജറാത്ത് സംഭവിച്ചത്? ഗുജറാത്തിൽ ഒരു ദിവസം കൊണ്ട് നല്ല കലാപം ഉണ്ടായത്. മുസ്ലിംസിനോടുള്ള വിരോധം, വെറുപ്പ് പതുക്കെ 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 അവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരികയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള അവിടെ മദ്യം കിട്ടില്ലല്ലോ. നമ്മളെ മലയാളികളൊക്കെ അവിടെ പോയാൽ പെട്ടു, മദ്യം കിട്ടില്ല. ആ ഗാന്ധിൻ്റെ നാടായിരുന്നു. പക്ഷേ വ്യാജമദ്യം ഇഷ്ടം പോലെ മഹാരാഷ്ട്രയിൽ നിന്നും മറ്റും വരും. നമുക്ക് മുസ്ലിംസിന് ഈ സംഭവം കച്ചവടം ചെയ്യാൻ പാടില്ല. നമ്മൾ കച്ചവടം ചെയ്യില്ല, നിങ്ങൾക്ക് അറിയില്ല. അബ്ഗാരികളുടെ മുസ്ലിംസ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്, വളരെ അപൂർവമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത് കച്ചവടം ചെയ്യുന്ന അവിടെ BJPൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരാണ്, അവരുടെ ബിനാമീസാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഹെഞ്ച്മാൻ, ഇപ്പോൾ ജെയിംസ് ബോണ്ട് സിനിമയിൽ മെയിൻ വില്ലൻ്റെ കൂടെ അടിക്കാനൊരു തടിയുണ്ടാവുമല്ലോ, അതാണ് ഹെഞ്ച്മാൻ എന്ന് പറയുന്നത്. ഈ ഹെഞ്ച്മാൻ എപ്പോഴും ഒരു മുസ്ലിം ഗുണ്ടയായിരിക്കും. ഇവൻ പോയിട്ടാണ് ഹിന്ദു കോളനികളിലും മറ്റു പ്രശ്നം ഉണ്ടാക്കുക. ഇവൻ പോയി മുസ്ലിമായിട്ടൊന്നല്ല, ഇവൻ കള്ളും കുടിക്കും, വെറുതെ ദിവസം നിന്ന് നടക്കുന്നവനാണ്. പെരെന്തായി മുഹമ്മദ് ഷഫീർ അല്ലെങ്കിൽ പേര്, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ബാസ് എന്നൊക്കെ ആയിരിക്കും. അത് മതിയല്ലോ.
ഇത് BJP നന്നായിട്ട് അവിടെ മുതലെടുത്തിട്ടുണ്ട്. ഓക്കെ. മനസ്സിലായില്ലേ? അതാണ് അവസ്ഥ. ഈ കലാപം ഒരു ദിവസം കൊണ്ട് അങ്ങനെ കലാപം കത്തിപ്പടരില്ല. ഇതൊരു മൂഡ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിന് BJPയിലെ ഇയാളല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞ മോഡിക്കെതിരെ വലിയ സംഭവം പറയുന്ന പട്ടേലുണ്ടല്ലോ, കേശുഭായ് പട്ടേൽ, ആരാ മോനെന്നറിയോ? ഇവരൊക്കെയാണ് ചെയ്തത്. ശങ്കർ സിംഗ് ബഘേല, ഇവരുടെയൊക്കെ അനുയായികളുടെ ബിനാമികളാണ് ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. പേര് മൊത്തം മുസ്ലിംസിനായിരുന്നു. ഇത് റൈസ് എന്നുള്ള സിനിമ നിങ്ങൾക്ക് കാണും. ഷാരൂഖ് ഖാൻ്റെ റൈസ് എന്നുള്ള ഓടാതെ പോയ പടമുണ്ട്. അപ്പോൾ അടുത്ത മൂപ്പര് ഹിന്ദു ക്യാരക്ടറാണ്, ഹിസ് മാരീഡ് മുസ്ലിം. ഇത് അവിടെയുള്ള ഡോണിൻ്റെ കഥയാണ്, ലത്തീഫോ അങ്ങനത്തെ ഡോണിൻ്റെ കഥയാണ്. അത് മറ്റേ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, അവരാണ് അവിടുത്തെ DGP ഉണ്ട് ശ്രീകുമാർ. ഡോണിൻ്റെ അങ്ങനെയൊക്കെ അയാൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പല കേസുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഉദാഹരണമായിട്ട് ഇതിനെല്ലാം എൻഡിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഹാദിയ വിഷയം അല്ലെങ്കിൽ മറ്റേ റിക്രൂട്ട്മെൻ്റ് ഇല്ലേ, അതെ, ഇതിനെല്ലാം നിങ്ങൾ നോക്കിക്കോ. ഇവിടെ വിവാദമായിട്ടുള്ള എല്ലാ ഹിന്ദു അവരെ കമ്മ്യൂണിറ്റി വിഷയങ്ങൾ വില്ലൻ സ്ഥാനത്ത് കഴിഞ്ഞ 20 വർഷമായി മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യൻസ് വില്ലൻ സ്ഥാനത്ത് വന്ന് ആകെപ്പാടെ നിലക്കൽ വിഷയത്തിലാണ് ഏറ്റവും അവസാനം. പിന്നെ ശബരിമല കത്തിച്ചൊരു വിഷയത്തിൽ ആദ്യം വന്നിരുന്നു. അതിനുശേഷം അങ്ങോട്ടില്ല, മൊത്തം മുസ്ലിംസാണ് വില്ലൻ. അപ്പോൾ പൊതുസമൂഹത്തിൽ വില്ലൻ ആരാണ്? മുസ്ലിംസ്. ഇനി അവിടെ വേറൊരു സാധനം കൂടി ചെയ്യുകൊണ്ട് ക്രിസ്ത്യൻ അതർ കമ്മ്യൂണിറ്റി ഓപ്പൺ ഫൈറ്റിൽ അവിടെയും പ്രതിസന്ധി വരുന്നത് മൊത്തം മുസ്ലിംസാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കെവിൻ പീറ്ററിൻ്റെ മോള ലവ് ജിഹാദ് തട്ടിക്കൊണ്ടുപോയി മതം മാറി കെവിൻ ജിഹാദ് പറയുന്ന വിഷയം, കെവിൻ പറയുന്ന വിഷയം, വേറെ കൈവെട്ടിയ വിഷയം, ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ വിഷയം, അതുപോലെ തന്നെ ഈ IS റിക്രൂട്ട്മെൻറ്റ് ക്രിസ്ത്യൻസും ഉണ്ട്, ക്രിസ്ത്യാനികളും അതിലെ വിക്ടിംസാണ്. നാർക്കോട്ടിക് ജിഹാദ് പരാമർശം, എല്ലാ കേസുകളിലും സത്യവും അർദ്ധസത്യമായിട്ട് വരുന്ന കേസുകൾ. നാർക്കോട്ടിക് ജിഹാദ് അർദ്ധസത്യമാണ്, പൂർണ്ണമായ സത്യമല്ല. ഇതിലെല്ലാം വില്ലൻ സ്ഥാനത്ത് ആരാണ്? മുസ്ലിംസാണ്. അപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? മുസ്ലിം ഒരു പൊതു വില്ലനാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അപ്പം പൊതു വില്ലനാക്കപ്പെടുന്ന നമ്മളെന്തോ പ്രത്യേക കഴിവുകൊണ്ടാണ് നമ്മളെ ശക്തിയെന്നാണ് ചില മണ്ടന്മാരിവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപകടം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ പൊതു വില്ലൻ എന്നുള്ള ഈ സംഭവത്തിന് അധികം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നത്, ഇത് ആരും കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴത്തെ ഒരു ഹിന്ദു ഐക്യമില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു ഹിന്ദു ഐക്യം വരുമ്പോഴാണ് അവർക്ക് സമഗ്രമായി ഈ വിഷയത്തെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ മുസ്ലിംസ് മാത്രം നല്ല വില്ലൻ. നിങ്ങൾ കൺവേർഷൻ്റെ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ഒഫീഷ്യൽ കണക്ക് കൊടുത്താൽ എന്താണെന്ന് എനിക്കറിയില്ല. കൺവേർഷൻ നിങ്ങൾ സെൻട്രൽ തിരുവിതാംകൂറിൻ്റെ സെക്കൻഡ് സൈഡിലേക്ക് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് കൺവേർഷൻ കാര്യം നടത്തുന്നത്. പക്ഷേ എല്ലാം നമ്മളെ പറഞ്ഞോളൂ, ഒക്കെ നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് കുറേ മുസ്ലിം മതഭ്രാന്തന്മാരെയൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം എന്ന് നടക്കുക, 8 കാലി മമ്മൂഞ്ഞിനെ പോലെ. ഇതിൻ്റെ പ്രശ്നം ആൻറ്റി മുസ്ലിം ഫീലിംഗ് ഉണ്ടാവുകയാണ് ഇവിടെ. ഇവർ തന്ത്രപരമായി കളിച്ചിട്ട് മുസ്ലിങ്ങളെ BJP അകറ്റും. അപ്പോൾ BJP മുസ്ലിങ്ങളെ അകറ്റുമ്പോൾ എന്താ സംഭവിക്കുക? മുഖ്യധാരയിൽ മുസ്ലിം മാറ്റപ്പെടും. ഇനി 20 വർഷത്തേക്കിനും BJP ഇല്ലാതെ നിങ്ങൾ ഇന്ത്യ ആലോചിക്കണ്ട. ഇതെപ്പോൾ സംഭവിച്ചു? ബ്രിട്ടീഷുകാരുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇത് സാത്താൻ്റെ മതമാണ്, സാത്താൻ്റെ ആളുകളാണെന്ന് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊടുത്തില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തില്ല, ആധുനിക വിദ്യാഭ്യാസം കൊടുത്തില്ല. മുസ്ലിംസ് പിന്നിലായി. ഇപ്പോൾ ഈ സൊസൈറ്റി എന്താണ്? ബ്രിട്ടീഷുകാർ അന്നുണ്ടാക്കിയ സൊസൈറ്റിയാണ്. പിന്നെ ഒരു ഓടിപ്പാഞ്ഞ് വന്നാണ് ഈ മാപ്പിള സ്കൂളുകളൊക്കെ, അത് ബ്രിട്ടീഷുകാരെ സ്ഥാപിച്ചത്, സ്കൂളുകളൊക്കെ സ്ഥാപിച്ച് മുസ്ലിംസ് വിദ്യാഭ്യാസം മുന്നോട്ട് വന്നത്. പിന്നെ 90s കൂടിയിട്ടാണ് റാങ്കൊക്കെ കിട്ടാൻ തുടങ്ങിയത്. ഇപ്പം മുഖ്യധാരയുടെ ഭാഗമായിട്ടുണ്ട്. ഇത് അന്ന് കാണിച്ച ഈ അബദ്ധമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം കൂടുതൽ കൊടുക്കണം, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറയുന്നത്. ഈ മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കാൻ കാരണക്കാരാണ്? ഈ മുല്ലമാരാണ്. അവരെന്താ ചെയ്തത്? ബ്രിട്ടീഷ് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞു. അവസാനം ഇത് തുടങ്ങിയ സമയത്ത് ഇവരെ കുടുംബത്തിൽ എല്ലാവരും പോയി പഠിപ്പിച്ചു. പിന്നെ ഫസൽ ഗഫൂർ സാറൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ കുടുംബത്തിലുള്ള മൂപ്പര വലിയ വാപ്പയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഫാമിലിയിലേക്ക് ഈ റിഫോം മൂവ്മെൻറ്റിൻ്റെ ഗുണം വന്നത്. അവരാണ് തുടക്കട്ടത്. കൊടുങ്ങല്ലൂർ മൂപ്പര ഫാമിലിയാണ്. മൂപ്പര് നിങ്ങൾ പറയും പോലെ ഞാൻ എപ്പോഴും പറയുന്നു, മൂപ്പര് എന്താ പറയുക, മൂപ്പര് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ്. മൂപ്പര് ഒരു റഹ്മത്തുള്ള കാസിമുണ്ട്. ഇവർ രണ്ടുപേരും വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരുടെ സംസാര രീതി കൊണ്ട് നെഗറ്റീവ് ആക്കപ്പെട്ട ആളുകളാണ്. അത് പലരും ഡോക്ടർ ഫസൽ ഗഫൂർ നാട്ടിൽ മതേതരവാദിയും വിദേശത്ത് പോയി വർഗീയവാദിയും അങ്ങനെയല്ല. മൂപ്പർ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. മൂപ്പർ അങ്ങനെ അല്ല. അത് പക്ഷേ ആ പ്രസംഗം ഉണ്ടല്ലോ SDPIയുടെ വേദിയിൽ, അത് മൂപ്പർ പോകേണ്ടിയെന്ന് വെച്ചാൽ അത് മുസ്ലിം സംഘടനകളെ വെച്ച് മൂപ്പരും പോയി, വെള്ളാപ്പള്ളിയും പോയിട്ടുണ്ട്. അതാണ് സംഭവം. പിന്നെ മൂപ്പര സംഘടന നേതാവായതുകൊണ്ട് അവിടെ എത്തുമ്പം മൂപ്പര് ഈ മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യം മൂപ്പര് സപ്പോർട്ട് ചെയ്യും. പേഴ്സണലി മൂപ്പര് എഗ്രി ചെയ്യാത്ത കാര്യങ്ങൾ മൂപ്പര് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ആ തെറ്റിദ്ധാരണ മാറ്റി നിർത്തേണ്ട അത്യാവശ്യമാണ് കേരള സമൂഹത്തിൻ്റെ പോകിന്. സമൂഹത്തിൻ്റെ റഹ്മത്തുള്ള കാശ്മീർ നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളാണ്. മൂപ്പര് വർത്തമാനം കേട്ടാൽ നമുക്ക് ചിരി വരും. ജ്യൂസ് അതുകൊണ്ട് ജ്യൂസ് കുടിക്കില്ലെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വെൽ സ്റ്റഡീഡാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പം ഈ പറയുന്ന ഹിന്ദു വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇതിൻ്റെ പേടി. ഇപ്പം
എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്നതിന് മാതിരി ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഹിന്ദു ഒരുമിച്ച് കഴിഞ്ഞാൽ പലരുടെയും നാടകങ്ങൾ പൊളിയും. പഴയ നിലവിലുള്ള അജണ്ട ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, അതിനാണ് അവർക്കാണ് ഈ തലവേദന. അപ്പോൾ അതിൽ അവർ എത്രത്തോളം മറ്റ് വിഭാഗങ്ങൾ, ഇപ്പോൾ മുസ്ലിംസ് മുസ്ലിം ഇപ്പോൾ ഹിന്ദുസിനിടെ നടക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല. അത് അവരുടെ ഹിന്ദുസിൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നമ്മൾ ഇടപെട്ടില്ല, നമ്മളെ അഭിപ്രായം വന്നിട്ടില്ല. കാരണം അത് ആളെ കാരണം അവരുടെ കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ എന്തിനാണ് ഈ നാസർ ഫൈസി കൂടത്തായി സുശാന്ത് കല്യാണം ആലോചിച്ചത്? അത് ഹിന്ദുക്കളുടെ വിഷയമല്ലേ. വെള്ളാപ്പള്ളി മോനെ ആരെ വേണമെങ്കിൽ കെട്ടട്ടെ, അല്ലെങ്കിൽ NSS ആരെ വേണമെങ്കിൽ കല്യാണം, അത് അവരുടെ കാര്യമാണ്. നിങ്ങളാരായി സംസാരിക്കാൻ? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരും കൂടി ചർച്ച എടുത്ത് കെട്ടിച്ചു കൊടുക്കുന്നു? ഇനി ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രശ്നം ജാതി ആണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അവർക്ക് ഈ പറഞ്ഞ കൂടത്തായി മുള കെട്ടിച്ചു കൊടുക്കുമോ? അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ഒരു പൊതുബോധമാക്കി അങ്ങ് വെച്ചു. അതായത് ഹിന്ദുക്കളുടെ ജാതിയുണ്ട്, ഇവർ പരസ്പരം കെട്ടിച്ചു കൊടുക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ അപ്പുറത്തുള്ള ഈ പ്രശ്നം ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇസ്ലാമിനെ ഇവർ വെട്ടിച്ചു കൊടുക്കും. തങ്ങൾ ഫാമിലിയിൽ നിന്ന് ഇസ്ലാമിന് ഇസ്ലാം പോട്ടെ, എന്നെപ്പോലുള്ള കുഴപ്പമില്ലാത്ത കുടുംബത്തിലുള്ള ഒരു വിദ്യാഭ്യാസമുള്ള മുസ്ലിമിന് കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ല. അത് തങ്ങൾ ഫാമിലിയിൽ കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പം അത് നമ്മളെ ഇന്റേണൽ വിഷയമാണ്. മറ്റേ ഹിന്ദുക്കളെ ഇന്റേണൽ വിഷയം. നമ്മളെന്തിനാലും ഇടപെടാൻ പോകുന്നത്? നമ്മളതിൽ ഇടപെടാൻ ഇനി നമുക്ക് ഇടപെടാം. നമ്മളെ പ്രശ്നം പൂർണ്ണമായത് ഇവിടെ മുജാഹിദുകൾ അത് 6 ഗ്രൂപ്പ് 7 ഗ്രൂപ്പും ഉണ്ട്. അവർക്ക് ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, പിന്നല്ലേ ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു ബോധം അങ്ങനെ നിർമ്മിച്ച് വെച്ചു. അതായത് ഹിന്ദുക്കളുടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇവരൊരിക്കലും യോജിക്കാൻ പാടില്ല, ഇവരുടെ ബോധത്തെ നിർണ്ണയിക്കേണ്ടത് നമ്മളാണ്. ആ ബോധത്തെ മാറ്റിക്കൊണ്ട് ഹിന്ദുക്കൾ ഒരു ഹിന്ദു ബോധം അസേർട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് ആദ്യം ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു സെൻട്രൽ ട്രാവൻകൂർ ലോബിയാണ് ഇത് തട്ടിപ്പോയത്. അതിൽ മുസ്ലിംസ് പങ്കൊന്നുമില്ല. പക്ഷെ അന്നും വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ലേഖനം എഴുതിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ശക്തി ഇദ്ദേഹം പറഞ്ഞ ഹിസ്റ്റോറിയൻ. അപ്പം ശശിഭൂഷൺ സാർ അന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അപ്പം എന്താണ് മന്നശങ്ക എന്ന് തോന്നുന്നുണ്ട്, മന്നത്താചാര്യനും ശങ്കർജിയോ ആയിരുന്നല്ലോ, എന്നൊരു ലേഖനം എഴുതിയിരുന്നു. അത് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ കളിച്ച വേറെ ടീം അത് പൊട്ടിക്കുക. കാരണം അന്ന് ഇവർ മുസ്ലിംസിന് അതിനുള്ള ശക്തിയില്ല. ഈ പാകിസ്ഥാൻ വാദമൊക്കെ വന്ന പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഈ ഒരു പൊതുബോധത്തിന്, അതായത് ഹിന്ദു കമ്മ്യൂണിറ്റി ഇവരൊരിക്കലും ഒരുമിക്കാൻ പാടില്ലാതെ പൊതുബോധത്തെ കിട്ടിയ വലിയ അടിയായിപ്പോയത്. ഈ അടീൻ്റെ പ്രശ്നം മറ്റേ 5-ാം മന്ത് സ്ഥാനത്ത് ഇവർ എക്സ്പെക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം കമ്മ്യൂണിറ്റി പോപ്പുലേഷനിൽ ഏതാണ്ട് 28%. ക്രിസ്ത്യൻസിനെ മറികടന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യധാര പ്രധാന വിസിബിൾ ഫേസ് ആയിട്ട് മാറി. അതൊക്കെ നല്ലത് തന്നെയാണ്. വിദ്യാഭ്യാസം മുന്നിൽ വന്നു, ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വന്നു, അങ്ങനെയൊക്കെയാണ്. ഈ ഇതോടുകൂടി കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നമ്മൾ കാണുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അസേഷനാണ്. ഓക്കെ, ഈ അസേഷൻ പോസിബിൾ ആയത് എന്തുകൊണ്ടാണ്? അത് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഐക്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒറ്റ ദിവസം കൂടി ഈ പൊളിറ്റിക്കൽ അസേഷൻ്റെ കാറ്റ് പോവുകയാണ്. ഓക്കെ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അതാണ് ഇത്രയും പേടി ഉണ്ടാക്കിയത്. നമ്മക്കാർക്കും ഇതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക്, ഈ കമ്മ്യൂണിറ്റീൻ്റെതായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത് സ്വന്തം കാര്യങ്ങൾ നടപ്പിലെടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു പൊളിറ്റിക്കൽ അസേഷൻ വേണ്ടിയിരുന്നു. ഞങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാ സമയത്ത് അന്നും ഹാപ്പിയാണ്. നിങ്ങൾ ഇടപെട്ട് ഹാപ്പി ആക്കാതെ ഇരുന്നാൽ മതി, ഇടപെട്ടിട്ട്. അപ്പം ഈ പൊളിറ്റിക്കൽ അസേഷൻ ഇല്ലാതാക്കുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. ആ ഒരു ആവശ്യകതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്താ കാര്യം, നമുക്കെന്താ കാര്യം? ഓക്കെ, അല്ല ഇതിപ്പോൾ അത്തരത്തിൽ അപ്പോൾ UDF എതിരെയുള്ള ഒരു ശാക്തീകരണം അല്ലെങ്കിൽ ഐക്യം എന്നാണ് പൊതുവിൽ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കും ഒരു ആശങ്കയുണ്ടാകും. ഇനിയിപ്പോൾ ഈഴവരും നായന്മാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ ജയസാധ്യതയെ അത് ബാധിക്കുമോ പ്രതികൂലമായി എന്നവർ ചിന്തിക്കുന്നുണ്ടാകണം. കാരണം ഇപ്പോൾ അവർക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കണം അവരിപ്പോൾ ഇതിനെ എതിർത്ത് രംഗത്ത് വരുന്നത്. അല്ല, അത് മാത്രമല്ല, ഇലക്ഷന് ചിലപ്പോൾ ആ രീതിയിൽ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, ഇനി ഇവർ അധികാരത്തിൽ വന്നാൽ പോലും, ഇങ്ങനെ ഒരു ഐക്യം അത് നിലനിന്ന് കഴിഞ്ഞാൽ മറ്റു കളികളൊന്നും നടക്കില്ല. ഓക്കെ, ബാർഗനിങ് പവറും കൂടും. പിന്നെ ബാർഗനിങ് 50% ക്രിസ്ത്യൻസ് ഇതിൽ സൈഡിൽ നമ്മളൊന്നും ഇല്ലാതെ രീതിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പം കളി വരാൻ പോകുന്നത് എങ്ങനെയാണ്? ഹാർഡ് കോർ സെക്കുലർ ആയിട്ടുള്ള ലിയോനൊക്കെ പോലുള്ള ഹിന്ദുക്കൾ 10% കൂട്ടിക്കോ. ബാക്കിയൊക്കെ അത്യാവശ്യം സാമുദായിക സ്പീറ്റൊക്കെ ഉള്ളതാണ്. 40% അഗെയിൻസ്റ്റ് 25% ആണ് കളി വരാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ വരും. അപ്പം കളി നടക്കില്ല. അല്ല, ഇതിപ്പോൾ
നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഐക്യത്തോടു കൂടി നിൽക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങളുടെ സമുദായങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഇരു നേതാക്കളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കം എന്നാണ്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഇവരെ ശത്രുക്കളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്? അല്ലെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്ന് ഇവരെ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നായരും ഈഴവനും പരസ്പരം അടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണോ നിങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്? അങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണോ, അതിലാണോ നിങ്ങളെ താല്പര്യം കുടികൊള്ളുന്നത്? അങ്ങനെ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലെ ഹിന്ദുസ് അടുത്ത് കഴിഞ്ഞാൽ മറ്റവർക്ക് എന്താണ്? അതുപോലെ തന്നെ വരുന്ന ഒരു ചർച്ചയിലെ ഒരു വാദം, അത് ഞാൻ വ്യക്തമായി പറയാം. അതായത് ഇത് ഒരു വർഗീയമായിട്ടുള്ള ഐക്യമാണ്, ജാതി പറഞ്ഞുകൊണ്ടുള്ളൊരു ഐക്യമാണ്. ഓക്കെ, എതിർപക്ഷത്ത് നിൽക്കുന്നത് ലീഗാണ്, ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്, പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ അതിനെ. അല്ല, ബൈ OBC എന്ന കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം കമ്മ്യൂണൽ ധ്രുവീകരണത്തെ ശ്രമിച്ച ലീഗല്ലേ? അതല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞത്? അതെ. OBC പറഞ്ഞത് എന്താണ്? ഈഴവർക്കല്ലേ ഉള്ളൂ, നായന്മാർക്കില്ലല്ലോ. ഇപ്പം OBC കാറ്റഗറി അങ്ങനെയാണല്ലോ മുസ്ലിംസും ഈഴവരും കൂടി ഒരുമിച്ച് വരുന്നത്. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് മാതിരി അവർക്ക് ജാതി പറയാം, മറ്റുള്ളവർക്ക് ജാതി പറയാൻ പാടില്ല എന്നുള്ളത്? OBC അങ്ങനെ വരുന്നതല്ലേ? അതെ. അല്ല, മറ്റൊരു വാദം എന്ന് പറയുന്നത്, എന്തായാലും SNDPക്കും NSSനും രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു മുൻപ്. 80കളിലും മറ്റുമൊക്കെ. 82-ൽ ഇരുവർക്കും MLA-മാരുണ്ടായിരുന്നു. 82-ൽ NSSൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അന്ന് NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 4 MLA-മാരുണ്ടായിരുന്നു. അതുപോലെ SRP, SNDPയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് 2 MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നീട് 90കളിൽ ഇത് ഇല്ലാതാവുകയാണ് ചെയ്തത്. വീണ്ടും ഇത്തരത്തിലൊരു ഐക്യം വരുന്നത് എന്തിനെന്ന ചോദ്യം അവിടെ ഉയരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടി രാഷ്ട്രീയ പാർട്ടിയായി ഏതെങ്കിലും ഒന്ന് വരുമോ? ഈ ചോദ്യങ്ങളൊക്കെയും ആശങ്കകളൊക്കെയും പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നവരുടെ അവർ പോകുന്നൊന്നുമില്ല. അവരായി നിൽക്കുമ്പോഴാണ് അവർക്ക് വിലയുള്ളത്. പിന്നെ BDJS എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട് എന്ന രീതിയിൽ ഉണ്ടായതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ കൊണ്ടുനടക്കണമെന്ന് SNDPക്ക് അറിയില്ലെന്ന് BDJS തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് അവർ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കേരള രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരാനിടയുണ്ട്. അതാണ് അവർ ഒന്നിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതായിരിക്കണം ഇവർ പറയുന്നത് ലീഗിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ജമാഅത്തെ. അതാണ് പ്രശ്നം. അത് പെട്ടെന്ന് നോക്കിയാൽ ലീഗുകാർക്ക് പോലും മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. ലീഗുകാർ ഭയങ്കര ആൻറ്റി ജമാഅത്താണ്. അതായത് സുന്നികൾ, ഞങ്ങളൊക്കെ ഭയങ്കര ആൻറ്റി ജമാഅത്ത്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. മനസ്സിലാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ ഇന്നലത്തെ ചരിത്രം എന്തായിരുന്നു നോക്കണം. ഇപ്പോൾ ഇന്ന് BJP RSSനെ ചാടി ഹിന്ദുക്കൾക്കെതിരെ പറയുമ്പോൾ സത്യത്തിൽ ഇന്നലകൾ എന്തായിരുന്നു? ഇവിടെ ഹിന്ദുരാജ്യം വരുമെന്ന് പറയുമ്പോൾ ഇവിടെ ഇന്നലെ ഹിന്ദുരാജ്യം ആയിരുന്നില്ലേ? നിങ്ങൾ ആ ഇഷ്ടത നിങ്ങൾ കാണുന്നില്ല. ആ ഇഷ്ടതയെ അവർ മറച്ചു വെച്ചിട്ട് ഈ ഒരു BJP ആൻറ്റി ഹിന്ദുരാജ്യം എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനെതിരെ ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ അവിടെ അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യൻ വരുന്നത്, ഹിന്ദുരാജ്യം വന്നാൽ എന്താ പ്രശ്നം? നമ്മൾ ഹിന്ദുരാജ്യത്തിലായിരുന്നില്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ആധുനിക വന്ന് ഹിന്ദുരാജ്യം വേണ്ടാന്നാണെങ്കിൽ നമ്മളെ പല രാജ്യങ്ങളും ഇപ്പോഴും ഭരിക്കുന്ന രാജാക്കന്മാർ തന്നെയല്ലേ? ഇപ്പോഴും നമ്മുടെ തങ്ങൾക്ക് ഫാമിലിക്ക് എന്താ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്നാൽ പിന്നെ CHൻ്റെ ഫാമിലിക്ക് കൊടുത്താൽ പറയുന്നത് അതങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടത ഇതിനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. റിബൽ ശബ്ദങ്ങളില്ലാത്ത, വിമർശനമില്ലാത്ത ഒരു പൊതുബോധം ജമാഅത്തെ ഇസ്ലാമി നിർമ്മിച്ച് എല്ലായിടത്തും കൊണ്ടുവച്ച് ആക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. അതാണ്. ഓക്കെ, അങ്ങനെ ഒരു അവിടെയാണ് ഇപ്പോൾ സദാ ലീഗുകാർക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങൾ വി എന്ന് അവർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാധനം ലീഗ് പറയുന്നു. ലീഗിൻ്റെ പിള്ളേർ വളരെ കൃത്യമായിട്ട് അവരുടെ പ്രസംഗങ്ങളിൽ വരുന്ന ഇതാണ്, ഈ സാധനമാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇത്തരം കാര്യങ്ങളാണ് ഇത് വരുന്നത്. അപ്പോൾ പൊതുവായിട്ടുള്ള വിഷയമല്ല, പൊതുവായിട്ടുള്ള വിഷയമല്ല. കാരണം ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ബന്ധം അങ്ങനെയല്ല. അല്ല, അതാണ് പലരും ചോദിക്കുന്നതാണ്. അല്ല, ജമാഅത്തെ ഇസ്ലാമി ഈസ് കംപ്ലീറ്റ്ലി ആലിയൻ ടു കേരള മുസ്ലിംസ്. അതെ, മനസ്സിലായില്ലേ? മറ്റേതല്ല, ഇവിടെ ലോക്കലായിട്ട് നമ്മളെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് തങ്ങളുടെ ഫാമിലി പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ ഭാഗമായി മാറുക ചെയ്തത്. അതാണ് അതിൻ്റെ കാര്യം. അല്ല, ഇതിപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, എന്തിന് VD സതീശനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. VD സതീശൻ പറയുന്നത് താൻ വർഗീയ ശക്തികൾക്കെതിരാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വർഗീയത പറയുന്നവർക്കെതിരെ താൻ സംസാരിക്കും. പക്ഷേ മറുവശത്തും ചോദ്യം വരുന്നു, സതീശൻ അങ്ങനെയാണെങ്കിൽ വർഗീയത പറയുന്ന എല്ലാവർക്കെതിരെയും പ്രതികരിക്കണം, ശബ്ദിക്കണം, സാധിക്കുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം വരുന്നത്. അതിന് പക്ഷേ മറുപടി ആരും കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്,
സതീശൻ ഇതാണ് എല്ലാവർക്കെതിരെയും പറയണം. ഹിന്ദുക്കൾക്കെതിരെ അന്നേരം സതീശൻ പറയുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ് സതീശൻ അഡ്വാൻറ്റേജ്? സതീശൻ ഹിന്ദു ആയതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ ശരിയാവില്ല. അത് പലപ്പോഴും ഒരു അഞ്ചാം പത്തിയായി ഫീൽ ചെയ്യിപ്പിക്കും മറ്റേ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങളപ്പോൾ ഞാൻ മുസ്ലിം വിമർശനം നടത്തുന്നു, ഞാൻ ഏതെങ്കിലും മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ഏതെങ്കിലും പണ്ഡിതന്മാരെ ഈ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത് എന്നെ സംബന്ധിച്ച് മുസ്ലിംസിൻ്റെ കൂടി ഉന്നമനാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എൻ്റെ രാജ്യത്തിന് വേണ്ടി മറ്റുള്ളവർ ഉന്നമിക്കേണ്ട മുസ്ലിംസ് താഴെ പോലെ പോകണമെന്നല്ല. അനാവശ്യമായി മുസ്ലിംസിനെ കുറ്റം പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് അത് ഡിഫെൻഡ് ചെയ്യാറുണ്ട്. അതാണ് എനിക്കിത് പറയാനുള്ള അർഹത. ഇവിടുത്തെ വിഷയം എന്താണ്? സതീശൻ SNDP NSSനെയും അതിശക്തമായി വിമർശിക്കുന്നു. അതും മറ്റ് സംഘടനകളെ വേദി ശരിയല്ല. ഞാൻ ഈ പറഞ്ഞ വേദിയിലൊക്കെ മുമ്പ് തന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ആ വേദികൾ പോയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങളാണ് പറയാറുള്ളത്. BJPൻ്റെ വേദിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ്. ഇപ്പം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയായിട്ട് വന്നുകൊണ്ട് ഞാൻ അത് ന്യൂനപക്ഷ വേട്ടയിൽ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ എവിടെയായാലും ഭരണകൂടത്തിൻ്റെ കയ്യിലെ ഒരു വേട്ടമുഖം തന്നെയാണ്. അത് പറയാന്നുള്ളത് അവർ കൂടി ആ ഘട്ടത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അവർ അപ്പം അങ്ങനെ അല്ലാതെ RSS വേദിയിൽ പോയിട്ട് RSS മോഡി ഭയങ്കര സംഭവം എന്ന് പറയാം. മുസ്ലിം വേദികളിൽ പോയിട്ട് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയും തങ്ങന്മാർ മാത്രമാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. തങ്ങൾ വലിയ സംഭവമാണ്, അതിലേക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി വലിയ സംഭവം എന്ന് പറയാം. അത് ശരിയല്ല. അപ്പം അതാണ് സതീശൻ. പക്ഷേ സതീശൻ ഇത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. സതീശൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനകളിൽ ഒരു മയമുണ്ട്. ഈ മയം കുറച്ച് മുമ്പേ കാണിച്ചാൽ പോരെ. പിന്നെ സതീശൻ പിണറായിക്ക് പഠിക്കുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ പിണറായി ഈ സംസാരമൊക്കെ സംസാരിക്കുമ്പോൾ പാർട്ടി പിണറായിയുടെ അണ്ടറിൽ ഒറ്റക്കെട്ടാണ്. BS റിബലായിട്ട് അർത്ഥം നിൽക്കുന്നതിന് പാർട്ടിയിൽ ഉള്ളിൽ സ്വാധീനമില്ല, ജനങ്ങളുടെ ഇടയിലെ സ്വാധീനമുള്ളൂ. സതീശൻ്റെ കയ്യിൽ അങ്ങനെ പാർട്ടിയില്ല. പിണറായി ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വന്ന ഒരാളാണ്. സതീശൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഗ്രാസ് റൂട്ട് ലെവലൊക്കെ ഉണ്ടായിരുന്ന ഈസിയായി വന്ന ഒരാളാണ്. പിണറായി അല്ല, സ്വഭാവത്തിൽ മാത്രമേ ഉള്ളൂ. പിണറായി ആവാൻ പറ്റില്ല. പിന്നെ പിണറായിയുടെ പാർട്ടി അല്ല സതീശൻ്റെ പാർട്ടി. പിണറായിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ ആ സമയത്ത് പിന്നെ യെച്ചൂരിയൊക്കെ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെയാണ് ഇന്ത്യയിലെ ശബ്ദം. പക്ഷേ അത് അല്ല, ഹൈക്കമാൻഡ് ഉണ്ട്. സതീശൻ എത്ര വോട്ട് കിട്ടിയാലും സതീശൻ എടുത്ത് കളയാൻ പറ്റും. രണ്ട്, അതിൽ 10 ഗ്രൂപ്പാണ്. CPM വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പൊതുവായിട്ട് ഒരു അഭിപ്രായം പറയുള്ളൂ. അവിടെ 10 അഭിപ്രായം ഓപ്പണായി പറയും. അപ്പോൾ പിണറായി അവൻ എല്ലാ അർത്ഥത്തിലും സതീശനാവില്ല. ചില നിലപാടുകളൊക്കെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മൂക്കാനുണ്ട്. ഓക്കെ, മറ്റൊരു വിമർശനം അതുകൂടി ഞാൻ ശ്രദ്ധപ്പെടുത്താം. അതായത് വരുന്ന വിമർശനം എന്ന് പറയുന്നത് NSSും SNDPയും ഒരുമിക്കുന്നു. ആ ഒരുമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിനിധിയായി SNDP യോഗം നിശ്ചയിച്ചിരിക്കുന്നത് തുഷാറിനെയാണ്. സുകുമാരൻ നായരിലേക്ക് നോക്കുക. സുകുമാരൻ നായർ ഒരു കാരണവശാലും ഒരു വർഗീയ പാർട്ടിയെയും അടുപ്പിച്ചിട്ടില്ല, BJPയെ അടുപ്പിച്ചിട്ടില്ല. സുരേഷ് ഗോപി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അനുവദിച്ചില്ല. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന സുകുമാരൻ നായരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സുകുമാരൻ നായരുടെ അടുത്തേക്ക് ദൂതനായി എത്തുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ സുകുമാരൻ നായരെയും NSSനെയും യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് BDJSലൂടെ BJP ആണ് എന്നുള്ളൊരു വിമർശനമാണ്. അപ്പോൾ NSSനെ BDJSൻ്റെ പ്രതിനിധിയായ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ BJP ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു അജണ്ടയാണിത് എന്നാണ്. ശുദ്ധ മണ്ടത്തരം. കാരണം ഈ പി ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്ത് എപ്പം പോയാലും അപ്പം മോഡി എന്നാൽ സ്വീകരിക്കണമെന്നില്ല, ശ്രീധരൻപിള്ള പോയാൽ സ്വീകരിക്കും. അവർക്ക് അങ്ങനെ ആളുണ്ട്. കുമ്മന നല്ല ബന്ധമാണ്. RSSുമായിട്ട് NSSന് അങ്ങനെ പ്രത്യയശാസ്ത്രപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ വാജ്പേയിന് അഡ്വാനിയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. മോഡി അമിത്ഷായിട്ട് അത്ര നല്ല ബന്ധം അവർ കീപ്പ് ചെയ്യുന്നില്ല. കാരണം അത് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷേ RSSനും BJPയുടെ അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട നായന്മാരുണ്ട് ഈ പൊസിഷനിലിരിക്കുന്നത്. പക്ഷേ RSSനും BJP പിന്നെ NSSൻ്റെ പോളിസി എന്ന് വെച്ചാൽ ആ രീതിയിലെ സമീപനം വേണ്ടെന്നാണ് BJP ആയിട്ട്. അതായത് വളരെ എളുപ്പമല്ലേ. അങ്ങനെയാണ് ഇപ്പം BJP ഭരിക്കില്ലായിരുന്നു കേരളം. കാരണം എന്ന് വെച്ചാൽ 2014-15 വെള്ളാപ്പള്ളിയുടെ കൂടെ സഹം കൂടി അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ആ ഇലക്ഷനിൽ LDF ജയിക്കും, അടുത്ത ഇലക്ഷനിൽ BJPക്ക് ഒന്നുകൂടായിരുന്നു കഴിഞ്ഞ തവണ. ഓക്കെ, അത് അവരുടെ പോളിസി അല്ല. അതിന് തുഷാറിൻ്റെ ആവശ്യമില്ല. തുഷാറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ തുഷാർ ഡിപ്ലോമാറ്റിക്കലാണ്. നമ്മുടെയൊക്കെ ജനറേഷനിൽപ്പെട്ട ആളാണ്, ഡിപ്ലോമാറ്റിക്കലാണ്. ഓക്കെ, അതായത് ഇത്തരത്തിലൊരു ഐക്യം വന്നു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യം അത് വളരെ ശക്തമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ. അതിൽ യാതൊരു സംശയവുമില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് എത്രത്തോളം ഇഫക്റ്റീവായി നിലനിൽക്കും എന്നുള്ളതാണ്, എത്രത്തോളം ശക്തമായൊരു ബാർഗെയിനിങ് പവറായി നിലനിൽക്കും എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. അത് നമുക്കിപ്പം പിന്നെ മഷിട്ട് പോയി കണ്ടുപിടിക്കാനും പറ്റില്ല. പക്ഷേ ഇവർ 3 തവണ അലയൻസ് ഫോം ചെയ്തതാണ്. അത് 3 തവണ എന്തുകൊണ്ട് പരാജയപ്പെടുന്ന അവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ ചരിത്രത്തിൽ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തന്നെയാണ്. പെറ്റി ഈഗോസ് മാറ്റി നിർത്തണം. പിന്നെ പൊതുവായി കോൺഫ്ലിക്റ്റിംഗ് ആവുന്ന ചില വിഷയങ്ങൾ വരും. ആ വിഷയങ്ങളിൽ ഒരു സമവായത്തിലെത്തുക എന്നുള്ളതാണ്. സംവരണം നിന്നോട്ടെ പ്ലസ് അതിൻ്റെ കൂടെ സാമ്പത്തിക സംവരണം കൂടി എന്നുള്ള നിലപാടിലേക്ക് അവരെത്തുക. അത് ഒരു
ഒരു അതങ്ങനെ ജസ്റ്റ് പ്രഖ്യാപിക്കൊന്നും വേണ്ട, ആ ഒരു സമീപനം അങ്ങ് എടുത്താൽ മതി. പിന്നെ കുത്തി ഇളക്കാൻ പോകുന്ന രാഷ്ട്രീയക്കാരെയും മീഡിയക്കാരെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് വെള്ളാപ്പള്ളിക്കാണ് ആ പ്രശ്നം കൂടുതൽ, അവിടെ അടുപ്പിക്കില്ല NSS ആസ്ഥാനത്ത്. വെള്ളാപ്പള്ളി പിന്നെ ഈ സാധനം നീട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് ഇത് കമൻറ്റ് ചെയ്ത് കളയും. അത് അദ്ദേഹം സൂക്ഷിക്കുന്ന വളരെ. തുഷാറിന് ഈ പ്രശ്നമല്ല, അദ്ദേഹത്തിന് ഈ പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു പ്രോബ്ലം. രണ്ടാമത് കല്യാണമാണ്. കല്യാണം ഇവർ NSS SNDP പരസ്പരം അടിച്ചേക്കുമ്പോൾ ഇഷ്ടം പോലെ കല്യാണം നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അതെ അതെ. അപ്പോൾ അതങ്ങനെ നടക്കും. പക്ഷെ അതിലൊരു ഓപ്പണായിട്ട് നിലപാടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ എത്ര നായർ പയ്യന്മാർ ഈഴവ പെൺകുട്ടികളും തിരിച്ചും കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർ കുടുംബങ്ങളൊക്കെ നല്ല ബന്ധത്തിലുമാണ്. അത് വലിയ പ്രോബ്ലം ഒന്നുമല്ല. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അതിപ്പോൾ ഇല്ലാത്തൊരു അതിലും പ്രശ്നം നമ്മളായിട്ടല്ല. ഈ പുയ ഇസ്ലാമിൻ്റെ എത്ര ആൾ ഗൾഫിൽ പോയി കാശുകാരനായി വന്നാലോ അല്ലെങ്കിൽ കൊള്ളാവുന്ന സ്ഥലത്ത് സെമിനാരിൽ പോയിട്ട് മദ്രസ പഠനം നടത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പള്ളിയിലൊന്നും കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതിപ്പോഴും ഉണ്ട്. പിന്നെ ഓക്കെ. അപ്പോൾ മാറേണ്ടത് ഒരുപാട് അവർക്കിടയിലുണ്ട്. ഇതൊരു പൊതുബോധം ഇങ്ങനെ നിർമ്മിച്ചേ ഹിന്ദുക്കൾ ഇങ്ങനെയാണ്, ഹിന്ദുവിനെതിരെ നിൽക്കുന്നതാണ് മുസ്ലിമിൻ്റെ എന്താണ് രാഷ്ട്രീയം എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് മതസൗഹാർദ്ദം ഇടയിൽ കൂടെ പറയുകയും ചെയ്യും. അത് മാറേണ്ട സമയമായി. അത് മാത്രം ഇതിൻ്റെ ഇടയിൽ വേറൊരു കമ്മ്യൂണിറ്റിയാണ്, സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവർ തമ്മിൽ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ പ്രോബ്ലം അവിടെയും ചില പ്രോബ്ലം ഉണ്ടല്ലോ പരസ്പരം, കൺവേർഷൻ ഉൾപ്പെടെയുള്ള പ്രോബ്ലം ഉണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകും. അതാണ് കാര്യം. ഇപ്പം നിങ്ങൾ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. ഇപ്പം ഉത്തരേന്ത്യയിൽ നിന്ന് കുറേ ആളുകൾ പിന്നെ കൺവേർഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്താണ് അധികവും എന്ന ന്യൂസ് വരുന്നു. സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നൊക്കെ പോകുന്ന ഇത്തിരി ശ്രീലങ്കൻ ക്രിസ്ത്യാനികൾ ബോംബെയിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അവരാരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്താ അറസ്റ്റ് ചെയ്യാത്തത്? എന്താ ചിലരെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നത്? എന്നാൽ പിന്നെ മൊത്തം അറസ്റ്റ് ചെയ്തൂടെ? അപ്പം അവരെ കയ്യിലിരിപ്പുണ്ടല്ലേ. ബോംബെയിൽ ക്രിസ്ത്യാനിക്ക് വലിയ പ്രശ്നമല്ല, മുസ്ലിംസിനാണ്. പക്ഷേ ഞാൻ വരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടിട്ടില്ല. എന്നെ തന്നെ ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആയിട്ടാണ് അവിടെ കാണുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളാരെന്ന് അവർക്ക് അറിയില്ലല്ലോ, പേര് നോക്കിയിട്ട് അവരങ്ങനെ കാണുള്ളൂ. പക്ഷേ അവിടെ എന്നിട്ടും എന്തുകൊണ്ട് ഇവരവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു? പാവപ്പെട്ട പിന്നെ മഹാരാഷ്ട്രീയരുടെ വീട്ടിൽ ഇവർക്ക് എന്താ ജോലി? എന്തുകൊണ്ട് ബോംബെ സിറ്റിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നാഗ്പൂരിൽ താമസിക്കുന്ന സിറിയൻ ക്രിസ്ത്യാനികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ഓക്കെ, അങ്ങനെയാണ് ഇപ്പം മുസ്ലിംസിൻ്റെ അവിടെയുള്ള ഒരു പൊതുവായിട്ടുള്ള അനുഭവമാണ് പൊതുവേ പറയാനുണ്ടാവുക. വീട് കിട്ടുന്നില്ല, സംശയത്തോടു കൂടി. ഇത് പൊതുവായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ക്രിസ്ത്യൻസിന് അങ്ങനെയല്ല, പൊതു അഭിപ്രായമല്ല. ശിവസേനയെക്കാട്ടും വലിയ ശിവസേനയാണ് നമ്മളെ സെൻട്രൽ ട്രാവൻകൂർ അച്ചായന്മാരവിടെ. ഇത്രയും പവർഫുള്ളാണ് അവർ. അപ്പം എന്തുകൊണ്ട് അവരിൽ ചിലരെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നു? കയ്യിലിപ്പുണ്ട്, അവരുടെ ആ വ്യക്തികളുടെ പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്. ഇതിപ്പോൾ മുസ്ലിംസ് മണ്ടത്തരാണ് കാണിക്കുക. ഹിന്ദു ഐക്യം എന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യമാണ്, അവരെന്ത് ചെയ്യട്ടെ. അതിൽ ഇവർ വെറുതെ പോയി കമൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കമൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു തെറ്റായ പൊതുബോധം നിർമ്മിച്ച് വെച്ചുകൊണ്ടാണ്. ഇതിനെ വില കൊടുക്കുന്ന മൊത്തം മുസ്ലിംസാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ഈ ജമാഅത്തെ എന്ന് പറയുന്നത് വളരെ അതിൽ വിശ്വസിക്കുന്ന വളരെ കുറച്ച് പേര് മാത്രം. അതിനായിട്ട് കുറച്ച് പേരെ. പക്ഷെ പൊതുവിൽ ഉള്ള നമ്മളീ പറയുന്ന 90% മുകളിലുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ 95% മുകളിലുള്ള മുസ്ലിങ്ങൾ വളരെ ലിബറലാണ്. ലിബറലാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഈ പറഞ്ഞ ജമാഅത്തെ അടിച്ചുവിടുന്ന സാധനങ്ങൾ ബോധത്തിൽ പേരെയാണ് നടക്കുന്നത്. അത് അവരറിയുന്നില്ല. അത്തരത്തിലൊരു ചേഞ്ച് ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ നോക്കൂ, ഇത്തരം വിഷയങ്ങളെല്ലാം പ്രതികരണം എങ്ങനെയാണ് വരുന്നത്. ഇത് വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരാൾ തുറന്ന് പറയുന്നില്ല, ധൈര്യമില്ല. എന്നാൽ അവരെ സംഖ്യയാക്കി കളയും. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? പ്രവാചകനെ ഒന്നും മതം ഉണ്ടാക്കിയ സമയത്ത് പ്രവാചകൻ അവിശ്വാസി നിന്ന് കൊല്ലാൻ നോക്കിയ ആളുകളാണ് പ്രവാചകൻ്റെ ഗോത്രം. ആ ഗോത്രത്തിൻ്റെ രക്തമാണ് നമ്മളെയൊക്കെ പകുതി രക്തം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. എത്ര സൂഫി വര്യന്മാരെ കൊന്നിട്ടുണ്ട്, എത്ര രാജാക്കന്മാർ അവരുടെ അച്ഛന്മാരെ കൊന്നിട്ടുണ്ട്, സഹോദരന്മാരെ കൊന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റി നടന്നിട്ടുള്ളൂ. നമ്മളെ കമ്മ്യൂണിറ്റി അല്ല, എല്ലാ കമ്മ്യൂണിറ്റിയും നടന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളുടേതായ നിലപാടിലേക്ക് പോകുന്നില്ല? നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിൻ്റെ വേഷം അറിഞ്ഞോ അറിയാതെ കുടിച്ച് അത് പുലമ്പുന്ന ആളുകളുടെ അനുയായികളായി നിങ്ങൾ മാറുന്നു എന്നുള്ള ചോദ്യമാണ്. എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെയല്ല, അവിടെ ഡൈവേഴ്സിറ്റി ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ BJP അവർക്ക് വലിയ പ്രോബ്ലം ഒന്നല്ല. പ്രോബ്ലം ഉള്ളത് ഇവാഞ്ചലിസ്റ്റുകൾക്ക്, പെന്തക്കോസ്തുകാർക്കും മറ്റുള്ള ആളുകൾക്കാണ് പ്രശ്നം. ഇവിടെ ഡൈവേഴ്സിറ്റി ഇല്ല. അവിടെ കുര്യൻ മന്ത്രിസഭയിലിരിക്കും, ഇപ്പോഴത്തെ കൺവേർഷൻ നടത്തും. കുര്യൻ മന്ത്രിസഭയിൽ ഇരിക്കുന്നത് നല്ലതാണ്, കൺവേർഷൻ നടത്തുന്നത് തെറ്റാണ്. ഇവിടെ എന്താണ്? ഇവിടെ അങ്ങനെ ആ രീതിയിൽ വലിയ കൺവേർഷൻ നടക്കുന്നില്ല. പക്ഷേ കൺവേർഷൻ്റെ പേര് മൊത്തം മുസ്ലിംസിൻ്റെ തലയിലാണ്. ഒരുത്തം പോലും മന്ത്രിസഭയിലും ഇല്ല. ഇതെന്താ ചിന്തിക്കാത്തത്? ഞാനൊരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ കുറേ ഉണ്ട്.
നിങ്ങൾ മാതൃകയാക്കേണ്ടത് സിറിയൻ ക്രിസ്ത്യാനികളെയാണ്. അവർ ഇന്ത്യനൈസ്ഡ് ആണ്, ഇവിടുത്തെ വേരുകളെ ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ മറ്റുള്ള നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെയും കൂടി കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളെ നാവായി നിങ്ങൾ മാറുകയാണ്. അത് നിങ്ങൾ മനസ്സിലാവുന്നില്ല. വെറുതെ ശത്രുത സൃഷ്ടിച്ചെടുക്കുകയാണ് എന്നാണ്. ഓക്കെ, ഇത് സമഗ്രമായി കാണേണ്ട ചിത്രമാണ്. യെസ്, തീർച്ചയായിട്ടും NSS SNDP ഐക്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾക്ക് പല മാനങ്ങളുണ്ട്, പല തലങ്ങളുണ്ട്. അതിന് പിന്നിൽ അണിനിരക്കുന്നവർക്ക് പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയുടെ നിറമുണ്ട്. ഏതായാലും അതിലേക്കൊന്നും തന്നെ പോകേണ്ട കാര്യമില്ല. ഈഴവ നായർ ഐക്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി, പതിറ്റാണ്ടുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴായി അതിനുവേണ്ടിയുള്ള ചുവടുകൾ സ്വീകരിക്കുകയും അത് പാതി വഴിയിൽ മുടങ്ങുകയും തുടങ്ങിയതിന് ശേഷം മുടങ്ങുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഇനി ഇപ്പോൾ അവർക്ക് എല്ലാ തെറ്റുകളും തിരുത്തി വീണ്ടും ഒന്നിക്കുവാനുള്ളൊരു അവസരം ഒരുങ്ങിയെങ്കിൽ അതിന് എതിരെ സംസാരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ വാളെടുക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് ഈ ചർച്ച പറഞ്ഞു വയ്ക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, ഈ ഒരു വിഷയത്തിൽ വർഗീയത ആരോപിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ആരോപണം എന്നുള്ളതാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമല്ലേ? മറുവശത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ജമാഅത്തയുടെ സ്വാധീനം പല നേതാക്കളിലേക്കും കടന്നുകൂടിയിരിക്കുകയാണ്. അവരുടെ വാക്കുകളിലൂടെ അത് പലപ്പോഴായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ആ സാഹചര്യത്തിൽ അവിടെയുള്ള തെറ്റെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല? ഇവിടെ ഇത്തരത്തിൽ ഒരു സാമുദായിക ഐക്യത്തെ വെറുതെ വർഗീയവൽക്കരിക്കുന്നത് എന്തിന്? അപ്പുറത്ത് അങ്ങനെ നടക്കുന്നത് ഏതെങ്കിലുമൊക്കെ തന്നെ സ്വാർത്ഥ താല്പര്യക്കാരുടെ, നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ളത് അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയും എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. കാരണം അത് സാമുദായികമായിട്ടുള്ള ഐക്യത്തെ നമ്മുടെ സമൂഹത്തിൽ വിഷത്തിൻ്റെ, അതായത് വെറുപ്പിൻ്റെ വിഷം വിത്തായി പാകുന്നതിൻ്റെ ഒരു ഇടപെടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും എതിർക്കപ്പെടാതിരിക്കാൻ പാടില്ല. എപ്പോഴും അതിനെ ശക്തമായി എതിർക്കുക തന്നെ വേണം. അവിടെയാണ് ഇവിടെ നിഷ്പക്ഷരെന്നും എല്ലാ ഇടപെടലുകളും നടത്തും എന്നും വർഗീയത പറയുന്നവരെ അടച്ചാക്ഷേപിക്കുമെന്നും എതിർക്കുമെന്നും പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അത് കാണണം എന്നാണ് പറയാനുള്ളത്. ഇതിനെതിരെ വാളോങ്ങുന്ന മറ്റ് നിരീക്ഷകരും ഇത് കാണേണ്ടതുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.